ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗപ്പീസ്. ലാസ്റ്റ് ടൈം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഗപ്പി. അപ്പോൾ ആ ഓർഡേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അന്ന് ഇവിടെ വെച്ചൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളന്ന് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു 30-40 പേരുണ്ടായിരുന്നു അന്ന് വന്ന. 30-40 അല്ല, ഒരു 50 പേർ അടുപ്പിച്ചുണ്ടായിരുന്നു ഗപ്പീസ്. അപ്പോൾ 50 പേർ ഗപ്പീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം നല്ല സെറ്റ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളായിരുന്നു. അത് അപ്പോഴും തന്നെ ആ വീഡിയോ കണ്ട് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു 20 പേർ ബൾക്ക് ഓർഡർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊച്ചു കൊച്ചു ഓർഡേഴ്സായിട്ടൊരു 15 പേരോ, പിന്നെ അല്ലാതെ നമുക്കൊരു 5 പേർ, 3 പേർ, 4 പേർ അങ്ങനെ ഓർഡേഴ്സ് കിട്ടി. എല്ലാ സാധനവും സ്റ്റോക്ക് കാലിയായിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒരു 1000 പേര് കണ്ടിട്ടുണ്ട്, ആ ഗപ്പീസിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടുത്ത ഗപ്പിയുടെ ഞാൻ വീഡിയോസ് ബാക്കിയിരിക്കുന്ന സ്റ്റോക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കുന്ന സ്റ്റോക്ക് നമുക്ക് ബുക്കായിട്ടുള്ളതാണ്. നമ്മൾ ഇതേ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്നത്തെ വീഡിയോയിൽ എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ അമലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഒത്തിരി പ്ലാൻസൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫിഷസും എല്ലാം കൂടെ ഇപ്പോൾ കൊളാബ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കൂടുതൽ ഫിഷാണ് ഇപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുന്നത് പ്ലാന്റിനേക്കാളും. കാരണം ഇപ്പം ഞാൻ ഫിഷിൻ്റെ വീഡിയോസ് ആണല്ലോ കണ്ടിന്യൂ ചെയ്തിട്ട്, നമ്മൾ എന്ത് വീഡിയോ ആണോ, നമ്മൾ എന്തിനാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഫോക്കസ് ചെയ്ത് പോകും. ഇപ്പോൾ ഞാൻ ഫിഷിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ ഫിഷാണുള്ളത്. പ്ലാന്റ് ചില വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൾക്കായിട്ട് ചിലത് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ചില വെറൈറ്റീസ് എൻ്റെ കയ്യിലങ്ങ് സ്റ്റോക്ക് നല്ല ഡിമ്മായിപ്പോൾ. ഇപ്പോൾ പനാമ പസഫിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു വാട്ടറിലില്ല. അതിപ്പോൾ നല്ല രീതിയിൽ എൻ്റെ എന്ത് പറയാൻ, അതിൻ്റെ നമുക്ക് കുറഞ്ഞു പോയി, പ്ലാന്റ് കയ്യിൽ കുറച്ചേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊന്ന് ചവിട്ടി നിൽക്കുന്നത്. സാധനങ്ങളുടെ ഗ്രോത്തൊക്കെ ഉണ്ട്, എന്നാലും ഒത്തിരി ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സ്റ്റോപ്പ് ഇട്ടതല്ല, ജസ്റ്റ് ഒന്ന് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെയിൽ ഓർഡേഴ്സ് കുറച്ച് കുറവെന്ന് പറയാൻ പറ്റില്ല. വരുന്ന വീക്കിൽ എനിക്കൊരു 10-20 ഓർഡേഴ്സ് ഉണ്ട്. ജസ്റ്റ് വെയിറ്റ്, ഐ തിങ്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. പാമ്പുകൾ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇതാ അവിടെ ഒരു ചട്ട ഒരുത്ത ഊരി വെച്ചിട്ടുണ്ട്. വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം ഈ പ്രശ്നം തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫിഷ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്. എന്താ പറഞ്ഞാൽ, ഈ ചില സുഖമില്ലാത്ത എലികൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ എലികൾ എന്താ ഇതിൽ വന്ന് ചത്ത് കിടക്കാറുണ്ട്. പണി ഏതെന്ന് പറഞ്ഞാൽ, ഇതിൽ വെള്ളം കിടക്കുമ്പോൾ ഇതിൽ വന്നാലും കുറേ ചാവാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നമാണ് ഗപ്പി വളർത്തുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇന്നത് അടച്ചു വയ്ക്കണം, കാരണം ഇത് പാമ്പൊക്കെ അതുവഴി ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇവിടെ വെച്ചിട്ടൊക്കെ 2-3 പ്രാവശ്യം ഞാൻ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് പരിചയപ്പെടാം. കുറച്ച് നീട്ടിയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇരിപ്പുള്ള സ്റ്റോക്കുകളാണ്. ഇവിടെ കുറച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇനി ഇരിപ്പുള്ള സ്റ്റോക്കാണ് ഇത് ഫുൾ റെഡാണ്. കുറച്ച് പേര് എൻ്റെ അടുത്തിൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു, പക്ഷേ എനിക്ക് അപ്പോൾ എടുക്കാൻ സമയം കിട്ടിയില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ഇപ്പോൾ ഇനിയുള്ള ഫുൾ റെഡിൻ്റെ സ്റ്റോക്ക്. ഫുൾ റെഡ് ഈ കാണുന്ന ഇത് 3 പേരാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ 3 പേർ ഓർഡർ ആയത് തന്നെയാണ്. അത് ഗോയിങ് ടു മഹാരാഷ്ട്ര. ഇത് ഫുൾ റെഡാണ്. ഇത് ഓർഡർ ആയതല്ല, ഇത് ഓർഡർ ആയതാണോ? 3 പേരല്ലേ? ഇത് 2 പേർ തികയൊന്നും എല്ലാം കൊടുക്കാൻ വേണ്ടി 2 പേർ 3 പേരൊക്കെ വെച്ച് കുറേ പേര് ഓർഡർ ചെയ്തു. അതിനൊക്കെ എല്ലാം കൊടുക്കാൻ വേണ്ടി സാധനം ചിലപ്പോൾ സ്റ്റോക്ക് തികയില്ല. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് ആണ് ഈ കിടക്കുന്നത്. ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഗപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ബ്ലാക്ക് ഗപ്പി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എത്ര വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് 2 പേർ ഓർഡർ ആയിട്ടുണ്ട്. 2 പേരല്ല, 4 പേർ ഓർഡർ ആയിട്ടുണ്ട്. ഇനി എനിക്ക് എത്ര ഓർഡർ ഓരോന്നിന് കിട്ടിയെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അവസാനം കൊടുക്കാൻ സമയമാകുമ്പോൾ പാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബാക്കി കാണില്ല. ഇത് ഒരെണ്ണയേ ഉള്ളൂ. ഇത് ചില്ലി റെഡ് ബിഗ് ഇയറാണ്. ഇത് നമ്മൾ ഒരു 3 പേരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റോക്ക്. ഓക്കെ, ഇത് പുതിയ ലൈനേജ്, കുറച്ചുകൂടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം, പിന്നെ അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. സോ അതുകൊണ്ടാണ് ഇത് 3 പേരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 3 പേരും ബുക്കായി. 2 പേർ പോയി കൊറിയർ ഞാൻ കൊണ്ടു കൊടുത്തു. 1 പേർ ഇനി നമുക്ക് ഇവിടുന്ന് ബുക്കിംഗ് ആയി പോകാനുള്ളതാണ്. അടുത്ത ഇതിലുള്ളതാണ് സാന്താക്ലോസ് എന്ന് പറഞ്ഞ ഗപ്പി. ഓക്കെ, അപ്പോൾ ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞ ഗപ്പി എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു ഈ സാധനം കളക്ഷൻ എത്തിയപ്പോൾ. പക്ഷേ ഈ സാധനം എല്ലാം ബുക്കായിട്ടുണ്ട്. ഇതിലൊന്നും ഒരു 6 പേർ ആദ്യം പോയി. അതിനുശേഷം ഇനി അത്യാവശ്യം പേർ കിടപ്പുണ്ട്. ഇതിൻ്റെ ഹെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ്. ഇതിലൊന്നും ഇതും മൊത്തം ബുക്കായിട്ടുണ്ട്.
അപ്പോൾ വന്നെടുക്കുന്നവർക്ക് ഇനി എടുക്കാൻ വേണ്ടി സാധനങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കാണിച്ച ഗപ്പീസ് തന്നെയാണ്. പിന്നെ അല്ലാതെ എല്ലാ വെറൈറ്റീസിലും ഒരു 4-5 പെയർ വെച്ച് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ വേണ്ടി കാണും. പിന്നെ ഇപ്പോൾ ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം, അതന്നെ ഒരു വലിയൊരു പരിപാടിയാണ്. പിന്നെ എന്നും ഫീഡ് കൊടുക്കുക, എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ, എങ്കിലല്ലേ പൈസ അതിനനുസരിച്ച് വരും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന ആ ഒരു ഡബ്ബല്ല ആ ഒരു ഡ്രം സെറ്റാക്കി അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇനി ആ ഡ്രമ്മിലിടണം. പിന്നെ അതിൽ ഫിഷ് ഇടണം. ഇതിലൊന്നും ഫിഷില്ല, അതിലില്ല. അവിടെ ഇരിക്കുന്നതിലൊന്നും ഫിഷ് കുറവാണ്. പിന്നെ ഇതിലെല്ലാം ഫിഷ് ഉണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെല്ലാം ഫിഷ് ആഡ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത് രാവിലെ അതിനൊക്കെ ഫീഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക, ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുക. നമ്മളെ കയ്യിൽ എല്ലാ സ്റ്റോക്ക് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു 3-4 പേരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്ക് എടുക്കും. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ഗപ്പി ഫാം തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കുറഞ്ഞത് ഒരു വെറൈറ്റി തന്നെ കുറേ പീസ് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ എല്ലാത്തിലും റേറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഫാം എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. പിന്നെ പുതുതായിട്ട് ഫാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മെയിൻ ഗപ്പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യൂർ വെറൈറ്റീസ്. ഇപ്പോൾ എക്സാമ്പിൾ ഫുൾ റെഡ് നല്ല പോകുന്ന വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ ഡംബോ ബിഗിയർ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ സാന്ത, ഇപ്പോൾ കാണിച്ച സാന്ത ഒരു വല്ലാത്തൊരു ഫീലുള്ളൊരു ഫിഷാണ്. എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഫിഷാണ്. പിന്നെ എൻ്റെ ഏകദേശം ഒരു 30+ വെറൈറ്റീസ് ഉണ്ടാവും ഗപ്പീസ്. എല്ലാം എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല, കാരണം നമ്മളിപ്പോൾ ഒരു സെയിൽ കഴിയുമ്പോൾ ഞാനിപ്പോൾ ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3-4 വെറൈറ്റി ചെയ്യും. പക്ഷേ ഞാൻ 3-4 വെറൈറ്റി ചെയ്യാതെ ഈ എല്ലാം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി പാടില്ല. വരുന്ന കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടാവണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്. ബൈ ബൈ.